you guys always make me feel like I live in two different realities. ബിക്കോസ് നാട്ടിലുള്ളവർ ചോദിക്കും കാനഡയിൽ എന്തെങ്കിലും ജോലി എടുത്തു വെച്ചിട്ടുണ്ടോ, ഇവിടെ ഉള്ള ആൾക്കാർ ചോദിക്കും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വല്ല വഴിയുണ്ടോ, ഒരു റെഫറൻസ് പറയൂ എന്നൊക്കെ. സോ മൂവിങ് അബ്രോഡ് ഈസ് കംപ്ലീറ്റ്ലി യുവർ പ്രയോറിറ്റി. അതൊരു പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു കമൻറ്റ് ഓൺ എനി ഓഫ് ദാറ്റ്. ഇവിടെ ജോലി ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലും ലാസ്റ്റ് 2 years ഐ വർക്ക് ഇൻ 10 different organizations. So here today I am going to share my job hunting experience. 2022 സെപ്റ്റംബർ ഇൻടേക്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. ആ ഒരു ഇൻടേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വർക്കിംഗ് അവേഴ്സ് എടുത്ത് കളഞ്ഞായിരുന്നു. സോ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഐ ടുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആദ്യമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഹോമിൽ ഡയറ്റ് എയ്ഡായിട്ടാണ്. ഒരു സെക്കൻഡ് ജോലി ഞാൻ തപ്പി ടിമോട്ടൻസിൽ ഒരു ബരിസ്തയായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ 2 ജോലിയും ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും ജോലി ചെയ്തു. സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴത്തേക്കും കോളേജിൽ നിന്ന് എനിക്കൊരു കോപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ഗ്രൂപ്പ് ഹോമിലായിട്ട് ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലായിട്ട് വീണ്ടും അവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റും സെക്കൻഡ് സെമസ്റ്റർ ഈ കംപ്ലീറ്റ് ജോലികൾ മാത്രം ചെയ്തു. പിന്നെ ബിക്കോസ് ഓഫ് സം ഡിസ്ക്രിമിനേഷൻ ആൻഡ് നോട്ട് വെരി ഫ്രണ്ട്ലി വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആ ജോലികളെല്ലാം ഉപേക്ഷിച്ചു നിന്നിരുന്ന സ്ഥലത്തുനിന്ന് മാറി ഞാൻ പുതിയൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്തു. നയഗ്ര ഫോൾസിൽ മൂവ് ചെയ്തു. അവിടെ 10-100 റെസ്യൂംസൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റോറിലും കയറി ഇറങ്ങേണ്ടതായിട്ടൊന്ന് ജോലി അന്വേഷിക്കാൻ വേണ്ടി, അപ്പാർട്ട് ഫ്രം അപ്ലൈയിങ് ഓൺലൈൻ ടു. അങ്ങനെ സ്റ്റാർബക്സിൽ ഇൻ്റർവ്യൂവിന് ശേഷം സ്റ്റാർബക്സിൽ ബരിസ്റ്റയായിട്ട് ജോലി ചെയ്തു. വിത്തിൻ എ വീക്ക് ഐ ആക്ച്വലി കംപ്ലീറ്റഡ് മൈ ബരിസ്റ്റ ട്രെയിനിങ്. സോ മാനേജറിൻ്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയത് കൊണ്ട് തന്നെ മാനേജർ ഞാനൊന്നും ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ മാനേജർ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് എന്നെ റെഫർ ചെയ്യുകയും കൂടെ ചെയ്തു. ഒരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റിൽ ഞാൻ സെർവറായിട്ട് കൂടെ വർക്ക് ചെയ്തു. ആ സമ്മർ കംപ്ലീറ്റ് ആയിട്ട് അവിടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയർ കോളേജിലേക്ക് കയറുന്നതിന് മുമ്പ് സെക്കൻഡ് ഇയറിൽ കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ് അടച്ചിട്ട് കയറണമെന്ന്. സക്സസ്ഫുള്ളി അതിന് പറ്റി. ബട്ട് ഐ ഹാവ് ടു സാക്രിഫൈസ് മൈ സ്ലീപ്പ്, മൈ ഡയറ്റ് ആൻഡ് എവറിത്തിങ്. ഒരു ദിവസമൊക്കെ 10, 15, 16 മണിക്കൂറും അങ്ങനെ വർക്ക് ചെയ്ത് ഒരു 2-4 മാസം അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ട്യൂഷൻ ഫീസൊക്കെ അടയ്ക്കാൻ പറ്റിയത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയറിലെ ജോബ് ഹണ്ടിങ് ജേണി. സെക്കൻഡ് ഇയറിലെ ജോബ് ഹണ്ടിങ് ജേണിയൊക്കെ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയും.